വിദ്യാലയം, അറിവിന്റെ പ്രകാശം തെളിയുന്ന ഒരു ലോകം. ആ ലോകത്ത് അനേകം തലമുറകളുടെ ജീവിതത്തിൽ വെളിച്ചമായി നിന്ന ഒരു വ്യക്തിത്വം, അധ്യാപികയായി, മാർഗദർശിയായി, ഒരു അമ്മയുടെ കരുതലോടെ വിദ്യാർത്ഥികളെ നയിച്ച ഒരു നേതാവ്. അതെ, അജിതകുമാരി ടീച്ചർ, നമ്മുടെ പ്രിയങ്കരിയായ ഹെഡ്മിസ്ട്രസ്. അവരുടെ ആത്മസമർപ്പണത്തെ ആദരിക്കുന്ന ഒരു സുദിനത്തിലാണ് നാം ഇപ്പോൾ. 1970 ഏപ്രിൽ 4 ശ്രീ ജനാർദ്ദനൻ നായരുടെയും AUPS വെളിമുക്കിലെ അധ്യാപികയായിരുന്ന ഭവാനിയമ്മ ടീച്ചറുടെയും മകളായി പത്തനംതിട്ടയിൽ ജനനം. മാതാപിതാക്കളുടെ ജോലിയുടെ സൗകര്യാർത്ഥം ചേളാരി പടിക്കലേക്ക് താമസം മാറിയതോടെ കുട്ടിക്കാലവും പഠനവുമെല്ലാം ഇവിടെ തന്നെയായിരുന്നു. AUPS വെളിമുക്ക്, ചേളാരി ഹൈസ്കൂൾ, PSMO കോളേജ് എന്നിവിടങ്ങളിലായി പഠനം പൂർത്തിയാക്കി. കുട്ടിക്കാലം മുതൽ തന്നെ പഠന പാഠ്യേതര വിഷയങ്ങളിലെല്ലാം മികവ് തെളിയിച്ച മിടുക്കി. ഡോക്ടറാവാനുള്ള കഴിവുണ്ടായിട്ടും രക്ഷിതാക്കളുടെ നിർബന്ധപ്രകാരം അധ്യാപികയായി വിവാഹശേഷം തേഞ്ഞിപ്പലത്ത് സ്ഥിരതാമസം. ഭർത്താവ് റിട്ടയേർഡ് ആർമി ഓഫീസർ ശ്രീ അനന്തകൃഷ്ണൻ. മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ എന്നിവരടങ്ങുന്ന സന്തുഷ്ട കുടുംബം. മലപ്പുറം ജില്ലയിൽ വള്ളിക്കുന്ന് പഞ്ചായത്തിലെ മുണ്ടിയങ്കാവ് പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന വള്ളിക്കുന്ന് GLP സ്കൂളിൽ 2021 ഡിസംബർ 7 അജിതകുമാരി ടീച്ചർ പ്രധാന അധ്യാപികയായി ചുമതലയേൽക്കുന്നത്. അതിനു മുമ്പ് 1990 മുതൽ 3 വർഷങ്ങളിലായി GLPS ഒളകര, GMLPS വെളിമുക്ക്, GMLPS കൂമണ്ണ എന്നിവിടങ്ങളിൽ എംപ്ലോയ്മെന്റ് സർവീസിലും 1993 മുതൽ GUPS തേഞ്ഞിപ്പലത്ത് സ്ഥിര അധ്യാപികയായും നിയമിതയായി. 2004 മുതൽ GLPS കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അധ്യാപികയായിരുന്നു. സർവീസിൽ നിന്നും വിരമിക്കുന്ന GLPS വള്ളിക്കുന്നിലെ പ്രധാനാധ്യാപിക അജിത ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. 2006 മുതൽ 2021 വരെ GLPS U ക്യാമ്പസിൽ എന്റെ സഹപ്രവർത്തകയായി സേവനമനുഷ്ഠിച്ച അജിത ടീച്ചർ എല്ലാവിധ കഴിവുകളുമുള്ള ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ GLPS വള്ളിക്കുന്നിലേക്ക് പ്രധാനാധ്യാപികയായി സ്ഥാനക്കയറ്റം കിട്ടി വന്നപ്പോൾ ആ സ്കൂളിന്റെ സർവ്വതോന്മുഖമായ ഉന്നമനത്തിനു വേണ്ടി ടീച്ചർ അഹോരാത്രം പ്രവർത്തിക്കുകയും അതിനുവേണ്ട ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്ത ടീച്ചറെ ഈ തരുണത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു സ്തുത്യർഹമായ സേവനമാണ് GLPS വള്ളിക്കുന്നിൽ നിന്നും നഷ്ടപ്പെട്ട അറബി അധ്യാപിക തസ്തിക വീണ്ടെടുക്കാൻ വേണ്ടി ടീച്ചർ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ആ തസ്തിക വീണ്ടെടുക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഒരു അധ്യാപികയാണ് സർവീസിൽ നിന്ന് ഈ വർഷം വിരമിക്കുന്നത്. അതിന് പകരം വെക്കാൻ മറ്റൊരാളില്ലാത്ത അത്രയും സേവന സന്നദ്ധമായ ഒരു അധ്യാപിക സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ ടീച്ചർക്ക് ഭാവി ജീവിതം ധന്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കൃത്യമായ ആസൂത്രണവും അടുക്കും ചിട്ടയോടും കൂടിയുള്ള അവയുടെ നിർവഹണവുമാണ് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന അജിത ടീച്ചറുടെ പ്രധാന സവിശേഷത. ഏറ്റെടുക്കുന്ന ഏതൊരു പ്രവൃത്തിയും 100% ആത്മാർത്ഥതയോടെ അതിൽ സ്വയം സമർപ്പിച്ച് പൂർത്തീകരിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ കാലം കൊണ്ട് ടീച്ചർ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അതിലുപരി മുണ്ടിയങ്കാവുകാരുടെയും പ്രിയങ്കരിയായി മാറി. വള്ളിക്കുന്ന് പഞ്ചായത്തിലെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ എന്ന നിലയിലും സ്കൂളിനും കുട്ടികൾക്കും ആവശ്യമായതെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, BRC, AEO എന്നിവിടങ്ങളിൽ നിന്നും യാതൊരു മടിയും കൂടാതെ ചോദിച്ചു വാങ്ങാനും അത് 100% പ്രയോജനപ്പെടുത്താനും സാധിച്ചതോടെ 4.5 വർഷം കൊണ്ട് വള്ളിക്കുന്ന് GLPSന്റെ മുഖച്ഛായ തന്നെ മാറി. അജിത ടീച്ചറെ പറ്റി പറയുകയാണെങ്കിലേ, ഞാനിവിടെ വന്ന് ഒരു ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഒരു 10 മിനിറ്റ് കൊണ്ട് ടീച്ചർ ഞങ്ങളെല്ലാവരും തിരുവാതിരക്കളി പഠിപ്പിച്ചു. എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരു മുഖവുമായിട്ടുള്ള വല്ലാണ്ട്
സംസാരിക്കാത്ത ഒരു പ്രകൃതം. ഇനി ടീച്ചർ സ്കൂളിൽ ഒരു HM എന്ന നിലയ്ക്ക് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ വേറൊരു സ്കൂൾ സന്ദർശിച്ച് അവിടുത്തെ ഒരു ടീച്ചറുമായിട്ട് ടീച്ചർ എൻ്റെ കൂടെ വണ്ടി കയറി വരുമ്പോൾ ടീച്ചർ പറയുകയാണ് ഈ സ്കൂള് ആദ്യത്തേനേക്കാളും എത്രയധികം മെച്ചപ്പെട്ടു എന്നുള്ളതാണ്. ടീച്ചർ GLPS വള്ളിക്കുന്ന് വളരെ പണ്ടത്തേനേക്കാൾ ഒരു 4 വർഷം മുമ്പുള്ളതിനേക്കാളും എത്രയോ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എത്രയോ ഫണ്ടുകൾ ടീച്ചർ ആ സ്കൂളിലേക്ക് വെച്ചിട്ട് സ്കൂളിപ്പോൾ പണ്ടത്തേനേക്കാളും എത്രയോ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കാൻ ടീച്ചർക്ക് പറ്റിയിട്ടുണ്ട്. ഇനി കലാമേളയിലാണെങ്കിലും ശാസ്ത്രമേളയിലാണെങ്കിലും ഒരു ചെറിയ സ്കൂളാണെങ്കിൽ പോലും അത് പഞ്ചായത്ത് തലത്തിലാണെങ്കിലും അതേപോലെ തന്നെ സബ് ജില്ലാ തലത്തിലാണെങ്കിലൊക്കെ ഉയർന്ന സ്ഥാനങ്ങൾ വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിനേക്കാൾ ഉപരി ഞാൻ ടീച്ചറെ പറ്റി കേട്ടെന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള സ്റ്റാഫുകൾക്കൊക്കെ ഇഷ്ടമാണ്. അതുകൂടാതെ അവിടുത്തെ ഒരു PTCM അവർക്ക് കുറേ കാലമായിട്ട് സറണ്ടർ കിട്ടാത്തൊരവസ്ഥയായിരുന്നു. മുമ്പുള്ള HMs ഒന്നും തന്നെ വാങ്ങി കൊടുക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ടീച്ചർ പോയതിന് ശേഷം അതിൽ ഇടപെട്ട് അവർക്ക് ഈ ആനുകൂല്യങ്ങളൊക്കെ തന്നെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ടീച്ചറുടെ സ്കൂളിലാണെങ്കിലോ ഒരു പ്രാവശ്യം പോയ സമയത്ത് എല്ലാ രേഖകളും മറ്റ് HMസിന് മാതൃകയാവേണ്ട തരത്തിലുള്ള അത്രയും റെക്കോർഡ്സൊക്കെ വളരെ കൃത്യമായിട്ടാണ്. ഇപ്പം എന്ത് റെക്കോർഡാണെങ്കിലും വളരെ നല്ല രീതിയിൽ വളരെ മറ്റുള്ളവർക്കൊക്കെ മാതൃകയാവേണ്ട ഒരു രീതിയിലാണ് ടീച്ചർ സൂക്ഷിക്കുക. എന്തായാലും ടീച്ചർക്ക് ആ സ്കൂളിൽ വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ടീച്ചർക്ക് ഈ ശിഷ്ടകാലം എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അക്കാദമിക മികവിന്റെ കാര്യത്തിൽ കലാകായിക ശാസ്ത്ര പ്രവൃത്തി പരിചയ മേളകളിലെല്ലാം നേടിയ തിളക്കമാർന്ന വിജയങ്ങൾ പരപ്പനങ്ങാടി സബ് ജില്ലയിലെ തന്നെ പേരെടുത്തു പറയുന്ന സ്കൂളായി ഈ കൊച്ചു വിദ്യാലയം ഉയർന്നത് വളരെ പെട്ടെന്നായിരുന്നു. സഹപ്രവർത്തകരുടെ കഴിവുകളെ കൃത്യമായി ഉപയോഗപ്പെടുത്താനും മത്സരങ്ങൾക്ക് കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിന് മുന്നിൽ നിന്ന് നയിക്കാനുമുള്ള ടീച്ചറുടെ കഴിവ് എടുത്തു പറയേണ്ട ഒന്നാണ്. അടുക്കളക്കാരെന്നോ ആയയെന്നോ അധ്യാപകരെന്നോ വേർതിരിവില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള ടീച്ചറുടെ മിടുക്ക് അഭിനന്ദിക്കാതെ വയ്യ. കൊറോണക്കാലം കഴിഞ്ഞ് 2021 നവംബർ 1-ാം തീയതി സ്കൂൾ വീണ്ടും തുറന്നു. ആ കാലയളവിൽ നമ്മുടെ സ്കൂളിൻ്റെ HM അസിസ്റ്റൻ്റായി ജോലി ചെയ്യാനുള്ള ഒരവസരം എനിക്ക് ലഭിച്ചിരുന്നു. ആ സമയത്താണ് അജിതകുമാരി ടീച്ചർ HM പ്രൊമോഷനായി നമ്മുടെ സ്കൂളിൽ എത്തുന്നത്. അതിനാൽ ടീച്ചറെ നമ്മുടെ സ്കൂളിൻ്റെ പ്രധാന അധ്യാപികയായി ജോയിൻ ചെയ്യിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. അതുകൊണ്ട് തന്നെ ടീച്ചറെ കൂടുതൽ അടുത്തറിയാനും ഓരോ ദിവസവും ഓഫീസ് ജോലികൾ മുഴുവൻ ചെയ്ത് തീർത്തതിന് ശേഷം മാത്രമേ ടീച്ചർ സ്കൂൾ വിട്ടു പോകാറുണ്ടായിരുന്നുള്ളൂ. ഓഫീസ് ജോലികളിൽ ടീച്ചർക്കുള്ള മികവ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അധ്യാപനം, സ്കൂളിനെ മുന്നോട്ട് നയിക്കൽ എന്നിവയിൽ ടീച്ചർ കാണിച്ച ആത്മാർത്ഥത നമ്മുടെ സ്കൂളിനെ വളരെ ഉയരങ്ങളിൽ എത്താൻ സഹായിച്ചു. ടീച്ചറുടെ വിശ്രമ ജീവിതം ഇതിലും മികവാർന്നതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നമ്മുടെ വിദ്യാലയത്തിൻ്റെ വാർഷികാഘോഷ ദിനമായ ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് വളരെ സന്തോഷവാനായിട്ടാണ്. 100 വർഷം പിന്നിട്ട ഒരു സർക്കാർ വിദ്യാലയമാണിത്. 1924 ആരംഭിച്ച പ്രൈമറി വിദ്യാലയം. വളരെ പ്രശസ്തരായ ഒരുപാട് അധ്യാപകർ ജോലി ചെയ്ത് ഒരുപാട് വിദ്യാർത്ഥികളെ PSC മെമ്പർ വരെ ആയിട്ടുള്ള പത്രാധിപന്മാർ വരെ ഈ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചുയർന്ന് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് അഭിമാനമാണ്. ഞാനിവിടുത്തെ ഹെഡ് മാസ്റ്ററായിട്ട് 8-10 കൊല്ലം വർക്ക് ചെയ്തതാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമുക്കിവിടെ വന്നിട്ടുള്ള അജിതകുമാരി ടീച്ചറിൻ്റെ ഏറ്റവും വിദ്യാലയത്തിൻ്റെ തന്നെ ഭാഗ്യമുള്ളൊരു സമയത്താണ് ആ ടീച്ചർ വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ തന്നെ എല്ലാ അക്കാദമികതര വിഷയങ്ങളിലൊക്കെ വളരെ ഉയർച്ചയുണ്ടായിട്ടുള്ള സൗഭാഗ്യം ഉണ്ടായിട്ടുള്ള സമയമാണ്. LSSകൾ ധാരാളം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വർണ്ണകൂടാരം എന്ന് പറഞ്ഞ LKG UKGക്കൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഭരണകർത്താക്കളിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും ഒക്കെ വേണ്ടത്ര സൗകര്യങ്ങൾ, കെട്ടിടങ്ങൾ, കിഫ്ബിയുടെ നേതൃത്വത്തിലുള്ള കെട്ടിടം, എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു കെട്ടിടമാണ്, ഒരു വിദ്യാലയമാണ്, സർക്കാർ വിദ്യാലയമാണ്. ഒരൊറ്റ അപേക്ഷയെ ഞങ്ങൾക്കുള്ളൂ, ഈ വിദ്യാലയം എന്നോ UP സ്കൂളായി ഉയരേണ്ടതായിരുന്നു.
കുട്ടികൾ അടുത്ത വിദ്യാലയങ്ങളിലേക്ക് ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വാഹനത്തിൻ്റെ അഭാവത്തിൽ. അത് ഇവിടുത്തെ ഭരണകർത്താക്കൾ, ഇവിടുത്തെ പാർലമെൻറ്റ് മെമ്പറും അതുപോലെ തന്നെ നിയമസഭാ മെമ്പറും ഒക്കെ ഇടപെട്ട് ഈ വിദ്യാലയത്തിന് സൗകര്യം ഉണ്ടാക്കിയാൽ ഇവിടെയുള്ള കുട്ടികളൊക്കെ പഠിക്കാനും മിടുക്കരാണ്, പഠിപ്പിക്കാൻ മിടുക്കരായ അധ്യാപകരാണ്. വളരെ കാലം ഈ വിദ്യാലയത്തിൽ ജോലി ചെയ്ത് റിട്ടയർ ചെയ്തിട്ട് 24 കൊല്ലമായ റിട്ടയർ ചെയ്തതിന് ശേഷവും ഈ വിദ്യാലയത്തിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും വന്നു പോകുന്ന ഒരു പ്രധാനാധ്യാപകനായിരുന്ന ആളാണ് ഞാൻ. ഈ നാട്ടുകാരനാണ്, ഈ സ്കൂളിൻ്റെ വ്യക്തിത്വമാണ് ഞാൻ ജോലി ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനോടൊരു ആത്മബന്ധം എനിക്കുണ്ട്. ഇവിടെയുള്ള കുട്ടികളെല്ലാം എൻ്റെ പേരക്കുട്ടികളെ മാതിരിയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഈ വിദ്യാലയത്തിൻ്റെ ഉയർച്ചയിലും വളർച്ചയിലും അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ധാരാളം ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വിജയങ്ങൾക്കെല്ലാം ശക്തി പകർന്ന് പൂർണ്ണ പിന്തുണയായി കുടുംബം കൂടെയുണ്ട്. എടുത്തു പറയേണ്ടത് ഭർത്താവ് വേണുവേട്ടന്റെ പിന്തുണയാണ്. ഏതു കാര്യത്തിനും എപ്പോഴും അദ്ദേഹം കൂടെയുണ്ട്. കൂടാതെ മകൻ അക്ഷയ്, മരുമകൾ ആവണി, മകൾ നിജി, മരുമകൻ പ്രശസ്ത വയലിനിസ്റ്റ് കൂടിയായ ഗോപകുമാർ എന്നിവരുൾപ്പെടെ 5 അധ്യാപകരടങ്ങുന്ന കുടുംബം എന്ന സവിശേഷത കൂടി ഇവർക്കുണ്ട്. നിങ്ങളുടെ അജിത ടീച്ചർ എന്ന എൻ്റെ മിനി, ഏറെ അഭിമാനത്തോടെയാണ് ഞാൻ എൻ്റെ ഭാര്യയെക്കുറിച്ച് ഇവിടെ സംസാരിക്കുന്നത്. 36 വർഷത്തെ ഒന്നിച്ചുള്ള ജീവിതയാത്രയിൽ മിനിയുടെ പരിശ്രമങ്ങൾ വളരെ അടുത്തുനിന്ന് കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് എൻ്റെ ഭാര്യയെക്കുറിച്ച് വളരെ അഭിമാനമുണ്ട്. പെർഫെക്ഷൻ ഔദ്യോഗിക ജീവിതത്തിൽ മാത്രമല്ല വ്യക്തി ജീവിതത്തിലും നിലനിർത്തി വരുന്ന ഒരാളാണ് എൻ്റെ മിനി. റിട്ടയർമെന്റിന് ശേഷവും ഞങ്ങളുടെ ജീവിതം ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഹായ് അമ്മ, ദിസ് ഇസ് ഫോർ യു. ചെറുപ്പം മുതലേ ടീച്ചർ ആവാൻ ആഗ്രഹിച്ച്, ടീച്ചർ ആവാൻ വേണ്ടി പഠിച്ച്, ആഗ്രഹിച്ച പോലെ ഒരു ടീച്ചറായ വ്യക്തിയാണ് ഞാൻ. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ടീച്ചിങ് എന്റെ ഇത്രയും ഇഷ്ടപ്പെട്ട ഒരു പാഷൻ ആയത് എങ്ങനെയാണെന്ന്. അതിന് എനിക്കുള്ള ഉത്തരമാണ് അമ്മ. എന്റെ അമ്മ ഒരു സൂപ്പർ വുമണാണ്. ജോലിയും കുടുംബവും എല്ലാം ഭംഗിയായി അമ്മ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. എന്റെയും അനിയന്റെയും അതുപോലെ തന്നെ എന്റെ മക്കളുടെയും ഫസ്റ്റ് ടീച്ചർ അമ്മയാണ്. അമ്മയുടെയും നീണ്ട യാത്രയിൽ ടീച്ചിങ് ആയാലും HM എന്ന സ്ഥാനത്തിരിക്കുമ്പോഴുള്ള ഉത്തരവാദിത്തമായാലും അമ്മ 100% ഡെഡിക്കേഷനോടെയും 100% പെർഫെക്ഷനോടെയാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. ഞാൻ ടീച്ചറായി ജോയിൻ ചെയ്യുന്ന സമയത്ത് അമ്മ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ മുന്നിലിരിക്കുന്ന ഓരോ കുട്ടിയും എന്റെ അന്നമാണെന്ന്. ഞാൻ ആ കുട്ടികൾക്ക് എന്തു കൊടുക്കുന്നോ ആ നന്മ എന്റെ മക്കൾക്ക് തിരിച്ചു കിട്ടുമെന്ന്. അമ്മ പറഞ്ഞ വാക്കുകൾ എന്നും എന്റെ മനസ്സിലുണ്ടാവും. യു ആർ മൈ ഹീറോ അമ്മ. ലവ് യു. അമ്മ പലപ്പോഴും കാണുന്ന ഒരുപാട് പേരോട് പറയാറുണ്ട്, ഇവന് എന്നെ പോലെയാന്ന് പറയുന്നത് ഒരു നാണക്കേടാന്ന് പറയാറുണ്ട്. പണ്ട് ആയിരുന്നു, പക്ഷെ കുറെ കാലത്തിന് ശേഷം അമ്മേന്റെ വലുപ്പവും അമ്മേന്റെ ആത്മാർത്ഥതയും എല്ലാം കണ്ട് ഞാൻ ടീച്ചിങ്ങിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഇപ്പൊ ആരെങ്കിലും ഞാൻ അമ്മേന്റെ പോലെയെന്ന് പറയുന്നത് എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് തോന്നാറുള്ളത്. പിന്നെ അതേപോലെ എനിക്ക് മറ്റൊരു ഇൻസിഡന്റ് പറയാനുള്ളത്, ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു ഓഫീസിലേക്ക് പോയപ്പോ ഞാൻ എന്റെ കാര്യങ്ങൾ ആ ഓഫീസിലുള്ള ആളോട് പറഞ്ഞു. അപ്പൊ അവര് ഓക്കെ എന്നുള്ള രീതിയിൽ വലിയൊരു സുഖമില്ലാത്ത രീതിയിലായിരുന്നു സംസാരിച്ചിരുന്നത്. പിന്നെ ഞാൻ രണ്ടാമത്തെ എന്നെ തുറപ്പിച്ചിട്ടാക്കി. ഞാൻ അജിത ടീച്ചർ മോനാന്ന് പറഞ്ഞു. അജിത ടീച്ചർ മോനാന്ന് പറഞ്ഞ ഇരുന്ന അയാള് ചേർന്ന് എഴുന്നേറ്റ് നിന്നിട്ട് എന്റെ കൈയൊക്കെ ഉണ്ട് ഷെയ്ക്ക് ചെയ്ത് ഇതൊന്നും ആദ്യമേ പറയണ്ടേന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ആ ഓഫീസിലുള്ള ആളുടെ ആറ്റിറ്റ്യൂഡേ മാറി. ഇതുപോലെയാണ് ഏതൊരു ഏരിയയിൽ പോയാലും അമ്മയ്ക്ക് അറിയുന്ന ഒരുപാട് പേരുണ്ട്, അമ്മേനെ ബഹുമാനിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതെല്ലാം കണ്ടിട്ടാണ് ഞാനും ടീച്ചിങ്ങിലേക്ക് ഇറങ്ങിയത്. അമ്മയെ പോലുള്ള ഒരു ടീച്ചറാവാൻ വേണ്ടിയിട്ടാണ്. എന്റെ ഇൻസ്പിറേഷനും എല്ലാം അമ്മ തന്നെയാണ്. എന്റെ നമ്പർ 1 അമ്മയാണ്. അമ്മയ്ക്ക് ഹാപ്പി റിട്ടയർമെന്റ്. നമസ്കാരം, ഞാൻ അജിത ടീച്ചറുടെ മരുമകനാണ്. വളരെ ദീർഘകാലത്തെ സർവീസിന് ശേഷമാണ് അമ്മ റിട്ടയർ ചെയ്യുന്നത്. അമ്മയെ പറ്റി പറയുമ്പോൾ പല കാര്യങ്ങളും, അതായത് ജോലിയിലുള്ള ആത്മാർത്ഥത, കൃത്യത, പെർഫെക്ഷൻ, ഇതെല്ലാം നമുക്ക് കണ്ടുപഠിക്കേണ്ട പല കാര്യങ്ങളുമാണ്.
എന്തായാലും റിട്ടയർമെന്റിന് ശേഷവും ജീവിതം ഒന്ന് തിരക്കായിക്കൊള്ളട്ടെ. കാരണം തിരക്കില്ലെങ്കിൽ ആ ജീവിതത്തിന് സുഖം ഉണ്ടാവില്ല. അമ്മയുടെ ഇഷ്ടകാര്യങ്ങളിലൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കാനൊക്കെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അമ്മയ്ക്ക് എല്ലാവിധ നന്മകളും നേരുന്നു. അമ്മയ്ക്ക് നമ്മൾ ആദ്യമായിട്ട് കണ്ടത് ഓർമ്മയുണ്ടോ? ഓർമ്മ ഉണ്ടാവുന്നില്ല, പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം അന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എക്സൈറ്റഡ് ആയിരുന്നു എന്ന് പറയാൻ കാര്യം, യൂഷ്വൽ എല്ലാവർക്കും ഉണ്ടാവില്ല അമ്മായിമാരെങ്ങനെയാവും ആലോചിച്ചിട്ട് ആ ഒരു ടെൻഷനല്ല. കാരണം ഞാൻ അമ്മേനെ പറ്റി എല്ലാവരും ഭാഗത്തുനിന്നും ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതിൽ ഞാൻ ഓർക്കുന്നത് എൻ്റെ ഫ്രണ്ടിന്റെ ഉമ്മ പറഞ്ഞതാണ്, അജിത ടീച്ചർ എന്ന് പറഞ്ഞാല് നല്ലൊരു പേഴ്സൺ ആണ്, ആ കുട്ടി ഭയങ്കര ലക്കിയാണ് എന്നൊക്കെ. ഞാനിത് വിചാരിച്ചു എന്തായിരിക്കും ഇവരൊക്കെ ഇങ്ങനെ പറയാൻ കാര്യം. അത് എനിക്ക് കൂടുതൽ മനസ്സിലാവുന്നത് ആഫ്റ്റർ മാരേജ് ആണ്. കാരണം ഞാൻ കൂടുതൽ അമ്മയുടെ കൂടെയാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം, അമ്മയുടെ വർക്ക് ലൈഫിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഒരു 100% എപ്പോഴും കൊടുക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും അമ്മയെ പോലെ ആവണം. കാരണം എല്ലാ കാര്യം ചെയ്യുമ്പോഴും വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് അമ്മ ചെയ്യുക. ഞാൻ എപ്പോഴും അങ്ങനെ ആവാനാണ് ശ്രമിക്കുന്നത് എപ്പോഴും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് അമ്മ നല്ലൊരു മെന്ററാണ്. എന്താ വെച്ചാല് സ്കൂളിലെ പല കാര്യങ്ങളും ഞാൻ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കാരണം എനിക്ക് സ്കൂളിലെ കാര്യം ആലോചിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ വരാറുണ്ട്. ആ സമയത്തൊക്കെ അമ്മയോടാണ് ഞാൻ അഡ്വൈസ് ചോദിക്കുക. അപ്പൊ അമ്മ വളരെ എഫേർട്ട്ലെസ് ആയിട്ടാണ് ഓരോ കാര്യവും പറഞ്ഞു തരുന്നത്. അപ്പൊ ഞാൻ ഭയങ്കര കൂളാവും. ഞാൻ വിചാരിക്കും അമ്മ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട്. അമ്മ എല്ലാ കാര്യവും വളരെ ചിട്ടയോടെ ചെയ്യുന്നതും എപ്പോഴും ആ ഒരു 100% കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഹാപ്പി റിട്ടയർമെന്റ് ലൈഫും വളരെ ഹാപ്പി ആയിരിക്കട്ടെ. അധ്യാപിക, സ്ഥാപന മേധാവി, ഒരു മികച്ച വ്യക്തി എന്ന നിലയിലെല്ലാം തന്നെ മറ്റുള്ളവർക്ക് മാതൃകയാണ് അജിതകുമാരി ടീച്ചർ. 36 വർഷത്തോളം അറിവിന്റെ അക്ഷര വെളിച്ചം പകർന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്നുവെങ്കിലും ടീച്ചർ വിതച്ച മൂല്യങ്ങളും സ്നേഹവും പ്രചോദനവും എന്നും നമ്മോടൊപ്പം തുടരും. സ്കൂളിന്റെ ഓരോ കോണിലും അവരുടെ സേവനത്തിന്റെ ഓർമ്മകൾ നിലനിൽക്കും. പുതിയ ജീവിതയാത്ര ആരോഗ്യവും സന്തോഷവും സമാധാനവും നിറഞ്ഞതാവട്ടെ. പ്രിയപ്പെട്ടവരെ, എൻ്റെ 36 വർഷത്തെ ഔദ്യോഗിക ജീവിതം ഈ ഏപ്രിൽ 30 അവസാനിക്കുകയാണ്. അതിൽ 31 വർഷവും ഞാൻ അധ്യാപികയായിട്ടാണ് ജോലി ചെയ്തത്. 4.5 വർഷക്കാലം ഈ സ്കൂളിലെ GLPS വള്ളിക്കുന്നിലെ പ്രധാന അധ്യാപികയായി ജോലി ചെയ്തു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്നത് വളരെ ആശങ്കകളോടുകൂടിയാണ് വന്നത്. എങ്ങനെയായിരിക്കും ഒരു പുതിയ ജോലിയിലേക്ക്, പുതിയ ഒരു തസ്തികയിലേക്ക് പ്രവേശിക്കുമ്പോൾ എങ്ങനെയായിരിക്കും, എനിക്ക് എന്നെക്കൊണ്ട് കഴിയുമോ, മുന്നോട്ട് പോകാൻ പറ്റുമോ ഒക്കെ ഉള്ളൊരു പ്രയാസം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഒരു 4.5 വർഷക്കാലം എത്ര പെട്ടെന്നാണ് കടന്നുപോയത് എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നില്ല. വളരെ സഹകരണം എൻ്റെ സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നും എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൂട്ടു ഉത്തരവാദിത്വം എൻ്റെ അധ്യാപകർ, അതുപോലെ ഇവിടെയുള്ള മറ്റ് സ്റ്റാഫ്, അവരാണ് എൻ്റെ ശക്തി. അവരുടെ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ ജോലി നല്ല ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞങ്ങളിവിടെ വളരെ കുറച്ച് പേരേ ഉള്ളെങ്കിലും ഒരുപാട് അധ്യാപകരുള്ള സ്കൂളിൽ നടത്തുന്ന എല്ലാ കാര്യങ്ങളും അതേ മികവോടെ, ഒരുപക്ഷെ അതിനേക്കാൾ മികവോടുകൂടി ഇവിടെ നടത്താൻ എനിക്ക് സാധിച്ചത് എൻ്റെ സഹപ്രവർത്തകരുടെ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ്. ആ കാര്യത്തിൽ ഞാൻ ഏറെ സന്തുഷ്ടയാണ്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് ഇത്രയധികം സപ്പോർട്ട് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് എൻ്റെ സ്കൂളിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.
പിന്നെ ഞാനിവിടെ പറഞ്ഞല്ലോ 4.5 വർഷക്കാലത്തോളമായി ഞാനിവിടെ ജോലി ചെയ്യുന്നു. ഇവിടെ കുറേ ഭൗതിക സാഹചര്യങ്ങളിൽ മാറ്റം ഉണ്ടാക്കാൻ ഈ ഒരു കാലയളവിൽ ഒരു നിമിത്തമാവാൻ എനിക്ക് കഴിഞ്ഞു എന്നത് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ്. പഞ്ചായത്തിൽ നിന്നും ഒക്കെ കുറേ ഫണ്ടുകൾ ഈ ഒരു കാലയളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ സ്കൂളിൻ്റെ മുഖച്ഛായ മാറ്റാൻ ഈ കാലയളവിൽ എനിക്ക് സാധിച്ചു. അതും എനിക്ക് വളരെ സന്തോഷം തന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ PTA കാര്യം പറയുകയാണെങ്കിൽ വളരെ സഹകരണമുള്ള, എന്ത് കാര്യത്തിനും വിളിച്ചാൽ നമുക്ക് വളരെ സഹായിക്കുന്ന ഒരു PTA പ്രസിഡന്റും ഒരു വൈസ് പ്രസിഡന്റും ആണ് നമ്മുടെ PTA-യിലുള്ളത്. അതും വളരെയേറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ ഗേറ്റ് കടന്ന് മുന്നോട്ട് വരുമ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകുന്ന ഒരു പ്രതീതിയാണ്. നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പോഴുള്ള ഒരു സുരക്ഷിതത്വ ബോധം, അതാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒരു ദിവസം പോലും ഒരു വിഷമത്തോടെ എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നിട്ടില്ല. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സമാധാനം. അപ്പോൾ ഇതിനൊക്കെ ഞാൻ നന്ദി പറയുന്നത് എൻ്റെ രക്ഷിതാക്കളെ, എൻ്റെ PTA, എൻ്റെ സഹപ്രവർത്തകർ, ഇവരോട് മാത്രമാണ്. എന്നോട് സഹകരിച്ച എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ സ്നേഹം നിറഞ്ഞ, ഞാൻ വെറും വാക്ക് പറയല്ല, ഇത്രയും എൻ്റെ മനസ്സിൽ തട്ടി എൻ്റെ ഹൃദയത്തിൽ നിന്നെടുത്ത നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുക. നന്ദി.